എല്ലാവരും നിശിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ. മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. നിങ്ങളും ആ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തി വിമർശിച്ചവരാണ്. ഇപ്പം നിങ്ങളുടെ ടേണാണ്. അന്ന് വിമർശിച്ച നിങ്ങൾ ഇന്ന് ശരിയായ നടപടി എടുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോഴും ഈ വാട്ടർ ബോട്ടിൽ എടുക്കരുത്. അന്ന് CPM ചെയ്തില്ലേ? അന്ന് CPM ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് CPM-നെ വിമർശിച്ചിട്ടുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആഴ്ചകളോളം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വർണ്ണക്കള്ള ആഴ്ചകളോളം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവരെ ആക്രമിക്കാൻ കിട്ടുന്ന ഘട്ടങ്ങളെല്ലാം ആ നിലയ്ക്ക് എല്ലാവരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സന്ദർഭം വരുമ്പോൾ പിന്നെയും കാര്യങ്ങളെ പഴയതിലേക്ക് കൊണ്ടുപോകരുത്. നോക്കൂ, ഞാൻ ചോദിക്കുന്നത് PK ശശിയുടെ കാര്യത്തിൽ, മുകേഷിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പൊസിഷൻ? ആ പൊസിഷൻ ഇവിടെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? പുറത്താക്കാത്തത് എന്തേ? ഇരപിടിയൻ സ്വഭാവമുള്ള, ഒരു നിലയ്ക്കും ഇനി രക്ഷിച്ചു എടുക്കാൻ കഴിയാത്ത ഒരാളെ ഇപ്പോഴും ഒരു വശത്ത് നിർത്തിയിരിക്കുന്നത് എന്തെന്ന ക്വസ്റ്റിന് മാത്രം കോൺഗ്രസിന് ആൻസറില്ല. നോക്കൂ നിഷാദ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായിട്ടും താങ്കൾ കേട്ടിരുന്നോ? എനിക്ക് കട്ടായി പോയി ഇടയ്ക്ക്. ഞാൻ അവസാനം വരെ കേട്ടു. അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാമായിരുന്നു, ഉണ്ടായിരുന്ന ഒരു പോയിന്റ് വരെ താങ്കൾ വന്നു. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് മറുപടിയിലേക്ക് പോയത്. അതെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞ വെച്ചാൽ അതിന്ന് കേരളത്തിലുണ്ടായ 4 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പാർട്ടികൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നിഷാദ് എന്നോട് ചോദിച്ചു. അതായത് കോൺഗ്രസ് ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലാണോ എന്ന തരത്തിലാണ് അങ്ങയുടെ ചോദ്യം വന്നത്. ആ ചോദ്യം ഞാൻ പറഞ്ഞാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികളെ CPM തരണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് തരണം ചെയ്തിട്ടുണ്ട്, അധികാരത്തിലെത്തിയിട്ടുണ്ട്, പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ പരസ്പരം ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പൂർവ്വകാല ചെയ്തികൾ ചർച്ചയാകും, അല്ലെ ചർച്ചയാക്കും. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു നേതാവിൻ്റെ പേരെടുത്ത് പറയില്ല, അതെൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചതാണ്. അതായത് പാലക്കാട്ടുള്ള വനിതാ നേതാവ് അവിടുത്തെ ഒരു നേതാവിനെതിരെ പരാതി കൊടുത്ത കാര്യം വളരെ നമ്മളെ ചാനലുകളൊക്കെ ചർച്ച ചെയ്താണ്. ചാനലുകളിൽ ഇപ്പോഴും കിടപ്പുണ്ടത്. അക്കാര്യത്തിൽ ഒരാളുടെ പേരൊന്നും ഞാൻ പറയില്ല, അതിപ്പോഴും കിടക്കുന്നുണ്ട്. അക്കാലത്ത് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും AK ബാലനും പറഞ്ഞ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അതിനുശേഷം താങ്കൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വിമർശനം ഉണ്ടായിരുന്നു. അന്ന് ആ വിമർശനം ഉയർത്തുകയും ചെയ്തതാണ്. ഇന്നും നിങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ പഴയ ആ വിമർശനത്തിൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് പഴയത് ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ സമാനമായ നില എടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ നിങ്ങളുടെ വിമർശനം പോലും അസാധുവായി പോകുന്നു അല്ലേ? അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ വളരെ ഒന്നുകൂടി എനിക്ക് വിശദീകരിക്കാൻ നല്ല ചോദ്യമാണത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് ഈ ആരോപണ വിധേയന CPM നേതാവെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, പത്രസമ്മേളനത്തിലല്ല, നമ്മുടെ ഇൻഫോർമൽ ചാറ്റ്, ഒരു അനൗപചാരിക സംഭാഷണത്തിൽ വാർത്താലേഖകരോട് പറഞ്ഞത് എന്നെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പാലക്കാട്ടത്തെ CPM രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഫേസ്ബുക്ക് യുദ്ധവും CPM ജില്ലാ സെക്രട്ടറിയുടെ മറുപടിയൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം അതിവിടെ വിഷയമല്ല. പക്ഷേ നിഷാദ് ചോദിച്ച ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നല്ല പറയുന്നത്. കാരണം രാഷ്ട്രീയ നിലപാടുകൾ മാറുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഭവത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് എന്തുകൊണ്ട് പിന്നൊരവസരത്തിൽ മാറ്റുന്നു എന്ന് ജനങ്ങൾ അറിയണമല്ലോ. അത് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത കോൺഗ്രസിനോടൊപ്പമുള്ളൊരു പത്രലേഖകൻ എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? ഒരു പരാതി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു പരാതി DGPക്ക് കിട്ടിയപ്പോൾ അത് കൈമാറിയ കാര്യം ഞാൻ പറഞ്ഞു. അന്ന് ഇവരത് കൈമാറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ ഒരു ആരോപണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോൾ അദ്ദേഹത്തോടെ വിശദീകരണം പോലും ചോദിക്കാതെ, കോൺഗ്രസ് ഭരണഘടന പോലും നോക്കാതെ സസ്പെൻഡ് ചെയ്തു. അന്ന് CPM എടുത്ത നിലപാട്, ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് ശരിയല്ല, ഇത് തെറ്റാണ്. കാരണം ഇത് മാങ്കൂട്ടത്തിലെ ഇപ്പൊ നമ്മുടെ ഈ പാനലിൽ 3 പേരുണ്ട്. PM ആർഷോ CPM-നെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. ആർഷോ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനത്തോട് ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കുന്നതിനെ ചൊല്ലിയാണ്. എപ്പോഴും CPM-ലേക്ക് കൊണ്ടുപോകണ്ട. CPM അല്ല ഈ പരാതി കൊടുത്തിട്ടുള്ളതെല്ലാം പെൺകുട്ടികളാണ് എന്നത് കാണുക. അതിന്മേൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഞാൻ പറയുന്നത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് പറയുന്നു ആര്? K മുരളീധരൻ. ഇയാൾ വരുത്തിവെച്ച വിനയാണ്, ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന മുതിർന്ന നേതാവ്. പുറത്താക്കിയേ പറ്റൂ എന്ന് പറയുന്നു ആര്? VM സുധീരൻ. യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഒക്കെ പറയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, സമയമായി, ഇനി ഇയാളെ സംരക്ഷിക്കാൻ കഴിയില്ല. ബട്ട് തീരുമാനം മാത്രം വൈകുന്നത് എന്തേ എന്ന് നമ്മൾ ആളുകളോട് പറയണ്ടേ? CPM-നോട് പറയണ്ട, CPM-നോട് വേറെ വർത്താനം പറയാം. പക്ഷെ ജനത്തോട് എന്താ പറയുക?